ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ തനി നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കപ്പൊതി അഥവാ ചക്കയട എന്ന വീഡിയോയിലോട്ട് പോവാം. 1/4 കിലോ അരിപ്പൊടി, കുറച്ച് നാളികേരം നുറുക്കിയത്, 3 അച്ച് ശർക്കര, ആവശ്യത്തിന് നെയ്യ്, കുറച്ച് ഏലക്ക, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക വരട്ടിയത്, പിന്നെ ഒരു നുള്ള് ഉപ്പും. എന്നാൽ നമുക്ക് ഉണ്ടാക്കിയാലോ? ആദ്യമായി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. നമുക്കിനി ശർക്കര ഉരുക്കാൻ വയ്ക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. മിക്സിയുടെ ജാറിൽ ഏലക്ക ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് പൊടിക്കാം, എന്നാലേ നന്നായി പൊടിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഏലക്ക പൊടിഞ്ഞിട്ടുണ്ട്, ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം വേണം നമുക്ക് മാവ് കുഴയ്ക്കാൻ. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. അതിനായി ഇരുമ്പ് ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി നുറുക്കിയ നാളികേരം ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകരുത്. നാളികേരം നെയ്യിൽ വറുത്ത് ചേർത്ത് നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നാളികേരം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്യാം. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം. നാളികേരം മുപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഇനി ഒരു 20 മിനിറ്റ് നമുക്കിത് വേവിക്കാം. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് മറിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം മറിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്ക അട റെഡി ആയിട്ടുണ്ട്. ചക്കയട ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടാനായി മാവ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് തയ്യാറാക്കുക. അതായത് ഇഡ്ഡലി ബാറ്ററിൻ്റെ പരുവത്തിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയട കിട്ടും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും കൊടുക്കാൻ മറക്കരുതേ.